കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജന്നാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഈ നാക്കെടുത്തൊന്ന് അകത്തിടടേ. നീ ഉണ്ടല്ലോ, നിന്റെ ഈ വെയിറ്റ് കാരണമാണ് ഈ സൈക്കിൾ പഞ്ചറായത്. അത് ഞാൻ രാവിലെ പൊഴിഞ്ഞ പഴത്തിൻ്റെ വെയിറ്റ് ആയിരിക്കും. പഴം ഡാ, കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരുത്തേക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് പപ്പയുടെ വേഷം കെട്ടി പോയത് ഓർമ്മ. എന്നിട്ട് അവിടെ പപ്പ നിന്റെ നെഞ്ചത്തായിരുന്നു പൊങ്കാലയിട്ട്. അത് മേരി. അവൾ അപ്പ എന്നെ നോക്കിയിട്ടിരിക്കണമെന്ന് എനിക്ക് അപ്പോഴാണടേ മനസ്സിലായത്. എനിക്ക് എപ്പോഴേ മനസ്സിലായി. എടാ കോപ്പേ, നീ എനിക്കിട്ട് പണിതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ. ഓ, അതോടെ ഞാൻ ഒരു പാഠം പഠിച്ചു. ഇനി എൻ്റെ മതത്തിൽ ഞാൻ നോക്കേയില്ല. ഇതാകുമ്പം കുഴപ്പമില്ല. അടി വന്നാൽ തടുക്കാൻ ഓട്ടക്കുഴലുണ്ട്, കൊന്തയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുടവയറും പാവാട ഇല്ലാത്തതുകൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്യാം. അത് നന്നായി. നില്ല. എന്താടാ? കർത്താവേ കൃഷ്ണ കാത്തോളേ. അടിപൊളി. കൃഷ്ണൻ കർത്താവേന്നാ? രണ്ടും ഒന്നല്ലേ അളിയ? നിന്റെ ഈ കിഷൻ വേഷം കണ്ടോളെ ഞെട്ടോടെ. എടാ കിഷൻ അല്ലടേ, കൃഷ്ണൻ. ഈ കൃഷ്ണവേഷം കെട്ടി കാമുകയെ കണിയണിക്കാൻ പോണ ലോകത്തിലെ ആദ്യത്തെ കാമുകൻ നീ ആയിരിക്കും അളിയാ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. വളപ്പ്. നിനക്ക് വേറെ ഒരു പണിയില്ലേടെ? എടാ വളപ്പ് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. വെളുപ്പാങ്കാലത്ത് മനുഷ്യൻ്റെ ഉറക്കം കളയാൻ സർപ്രൈസ് ആണത്ര അവൻ്റെ ഒരു സർപ്രൈസ്. എടേ ഇന്ന് അവൾ എന്നെ കാണുമ്പോൾ ഞെട്ടും. മെനയായിട്ട് കണ്ടാലും ഞെട്ടില്ല. പിന്നെയാണ് ഈ കരിയും വാരി തേച്ചോണ്ട് ഒന്ന് അനങ്ങി നടയടേ. ഞാൻ മാത്രം നടന്നാൽ പോലല്ലേ, ഈ ശകടം കൂടി തള്ളണ്ടേടേ. ശകടം എടുത്ത് ദൂരെ കളയടേ. നിനക്കത് പറഞ്ഞാൽ മതി. എൻ്റെ അച്ഛൻ 10ാം ക്ലാസ് ഏജ് വാങ്ങിച്ചിരുന്ന സൈക്കിളാണ്. എൻ്റെ അച്ഛൻ്റെ സൈക്കിള്. ഡേയ് ആരുമില്ല. പട്ടിയെല്ലാം ഉണ്ടാടേ? ഏയ് ഇവിടെ പട്ടിയൊന്നും ഇല്ല എന്നാണ് തോന്നണ അളിയ. മുതലെടുക്കണാണ് ശ്യാമു. പിന്നെ എടുക്കാൻ പറ്റിയ ചളുക്ക്. അളിയ ചാടിക്കോ. നീ വരല്ലേ? ഞാൻ പറയണ്ട, നീ ചാടിക്കോ. എന്നാ ശരി. അമ്മച്ചി എന്ത് കിണിക്കണാടാ? ഇപ്പം മനസ്സിലായില്ലേ ഇവിടെ പട്ടിയില്ലാന്ന്? എൻ്റെ പറക്കുട്ടി. എടേ നീ എവിടെ കയറി പോണോ? നീ ഇവിടെ നിന്നാ ഞാൻ പോയിട്ട് വരാം. ഞാനും വേണേ കൂടെ വരാം. ഞാൻ കല്യാണം ഒന്നല്ല പോണത്. എൻ്റെ പേടിയും മാറും, നിനക്കൊരു ധൈര്യം. എടാ ഞാൻ ആദ്യമായിട്ടല്ലേ ഈ വഴിക്ക് പോയി വരണത്. നീ ഇവിടെ നിന്നാൽ മതി. അതിന് വേണ്ട സിഗ്നൽ തന്നാൽ മതി. ചെന്ന് കയറി നിനക്കടെ വളം വെച്ച്. എടാ ഞാനും കൂടെ വരാടാ. ആരെങ്കിലും കാണേ പിടിച്ചിട്ട് വെക്കുകയുള്ളൂ. പിന്നെ എൻ്റെ അമ്മച്ചേ. ഓടക്കുഴൽ വിളി കേക്കൂ എൻ പാറു. ടണ്ടടേ. നീ ഇതെങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട്. ഇതിന് മാത്രം കാറ്റ് ഇവിടെ എവിടുന്ന്? കാറ്റൊക്കെ വരുമല്ലോ ഇവിടെ. കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ കാറ്റൊക്കെ വരുമല്ലോ. അതൊക്കെ പോട്ടെ. എന്നേന്ന് നീലക്കുറുക്കൻ്റെ വേഷത്തിൽ. നീലക്കുറുക്കല്ല കൃഷ്ണായി. എന്നാലും നിന്നെ കൃഷ്ണ വേഷത്തിൽ കണ്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. സാക്ഷാത് ശ്രീകൃഷ്ണൻ വന്ന പോലുണ്ട്. ആദ്യം നീ നീലക്കുറുക്കെന്നല്ലേടി പറഞ്ഞത്? ആദ്യം മുഖം കണ്ടിട്ടല്ലേ, പിന്നല്ലേ ഓടക്കുഴലൊക്കെ കാണുന്നത്. അപ്പോഴല്ലേ കൃഷ്ണനാണെന്ന് മനസ്സിലാവുന്നത്. ഉണ്ടക്കണ്ണ വെച്ച് നോക്കാതെ എൻ്റെ കള്ള കൃഷ്ണൻ. നീ എന്നാ പൊക്കോ, എനിക്ക് പോകാൻ സമയം. അയ്യോ അല്ല, ഉറങ്ങാൻ സമയമായി. പോവാഞ്ഞാട്ടെ ഈ എക്സ്പെൻസീവ് കോസ്റ്റ്യൂമൊക്കെ ഈ കണ്ട മതിലൊക്കെ ചാടി ഓടി ഞാൻ വന്നത്. ഓടി വന്നോ? പിന്നെ വഴി കിടക്കുന്ന പട്ടികളത്ത് ഞാൻ കൃഷ്ണനാണ് മറ്റേ വല്ല കാര്യമുണ്ടോ? ഒന്നാമത് ഷർട്ടിടാത്ത എന്നെ കണ്ട ചിക്കൻ്റെ കാലാണെന്നേ വിചാരിക്കുള്ളൂ. ആയിത്തിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ജീവനം കൊണ്ട് ഞാൻ ഇതുവരെ എത്തിയത്. നേരം വെളുക്കുന്നവരെ സംസാരിച്ചിരിക്കണം. ഈ നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര അലിയും പോലെ. പെറ്റ തള്ളയ്ക്ക് ഒരു ഉള്ളി കട്ടൻ ചായ കൊടുക്കാത്തവനാണ് അവൻ്റെ ഒരു നാരങ്ങളം പഞ്ചസാര. മതി. എനിക്കിതൊന്നും കാണാൻ വയ്യേ. പൊക്കോ. പോണം. ബൈ. വരണ കള്ളക്കണ്ണേ. എന്താടാ ഒരു മൂളൽ? എന്തായിരുന്നു ഒരു നാരങ്ങളും പഞ്ചസാര? അതിനെ നീ കുറച്ചുകൂടെ ഒന്ന് നോക്കണം. ഓടിക്കൂടാ അമ്മേ.
കൃഷ്ണ, ഗുരുവായൂരപ്പാ, നീ വന്നല്ലോ, എന്നെ കൊണ്ടുപോരുതേ, അയ്യോ കൃഷ്ണ. കർത്താവേ, അമ്മേ, അയ്യോ, നിന്നെ പിടിച്ചില്ലേടേ? കള്ളപ്പന്നി എന്നെ അവിടെ ഇട്ടിട്ട് നീ ചാടിയല്ലേ. ആ കിളവന് കാഴ്ചയില്ലാത്ത ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന്. അതെന്താണോ ശബ്ദം? അളിയടേ, ദാ നോക്കടാ, വേറെ കിഷൻ. കിഷനാ? ഈ പയ്യൻ എവിടെ കയറി പോണത്? കിഷനല്ലടാ, കൃഷ്ണൻ. അല്ല, തടിച്ചു കൊഴുത്തൊരു കൃഷ്ണൻ. നീ എന്തിനാണ് ചിരിക്കണത്? നിനക്ക് കാര്യം മനസ്സിലായില്ലേടാ കിഷ? പാറു, പാറു, പാറുവേ, നീ ഈ വേഷത്തിലല്ലേ അളിയാ കൃഷ്ണൻ? അവളാടാ ശരിക്കും കൃഷ്ണൻ. അവളെ ലിസ്റ്റിലെ ഒരു രാധ മാത്രമാണ് അളിയാ നീ.